ഞാൻ ചെയ്ത എല്ലാ ഡയറക്ടർമാരുടെ കൂടെയും ഞാൻ സിങ്കായിട്ടുണ്ട്. കാരണം അതെനിക്കൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ ആ ഒരു വേവ് ലെങ്ത്തിൽ ഞാൻ സിനിമ ചിന്തിക്കുകയും, കാരണം അവരുടെ ഓരോ വ്യക്തികൾ ചെയ്യുന്ന സിനിമയും ഡിഫറെൻ്റ് ആയിരിക്കും. ജോഷ് സാറിൻ്റെ കൂടെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, ജയരാജിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, കമൽ സാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ലാൽ ജോസിൻ്റെ കൂടെ, ഇപ്പോൾ സത്യേട്ടൻ്റെ കൂടെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസാണ്. കാരണം ഇതൊക്കെ ഒരേ പ്രേക്ഷകരിലേക്കാണ് എത്തുന്നതെങ്കിൽ പോലും വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിട്ടാണ് എത്തുന്നത്. ആ പ്രേക്ഷകരൊക്കെ ഇതിനെല്ലാത്തിനെയും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ എനിക്ക് സിങ്കായിട്ടുണ്ട്. കാരണം ഒരു റൈറ്ററും ഒരു ഡയറക്ടറും കൂടി സിങ്കായിട്ടില്ലെങ്കിൽ ആ സിനിമ ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. ഒരുപാട് സമയത്ത് ഈ ന്യൂ ജനറേഷൻ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഒരു ന്യൂ ജനറേഷൻ സിനിമയായിരുന്നു. ഭരതൻ്റെ സിനിമകളും പത്മരാജൻ്റെ സിനിമകൾ, അല്ലെങ്കിൽ ഈ ഫോർ ദ പീപ്പിൾ അതിൽ ഒരു സിനിമ ആയിരുന്നു. അപ്പോൾ അതിനെ ചുവട് പിടിച്ച് അതേപോലത്തെ ടിപ്പിക്കൽ സ്റ്റീരിയോ ടൈപ്പ് ചിത്രങ്ങൾ എടുത്താൽ അത് പ്രേക്ഷകൻ സ്വീകരിക്കില്ല. കാരണം ഫോർ ദ പീപ്പിൾ വന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. പക്ഷേ ആ ഒരു കാലാവസ്ഥയെ മുതലെടുക്കാൻ അന്ന് ആരും ശ്രമിച്ച് കണ്ടില്ല ശരിക്കും. ഇതുപോലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ അതിൽ ഇൻസ്പയർ ചെയ്തിട്ട് അതുപോലുള്ള വേറെ പ്രമേയങ്ങൾ, അതേ പ്രമേയമല്ലാതെ ഈ ന്യൂ ജനറേഷൻ വേവ് മുതലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് പിന്നീട് ഓരോ കാലത്തിനനുസരിച്ച് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ട്രാഫിക്കൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് തുടങ്ങിയെന്ന് തോന്നുന്നു. അതിന് ശേഷം ഒരുപാട് ആളുകൾ അതിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുകയും അതൊക്കെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലും കള്ളനാണയങ്ങളുണ്ട്, പക്ഷേ അതിൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള സിനിമകൾ മാത്രം നിലനിന്നു. അതിൻ്റെ പണി എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. കാരണം നമ്മുടെ സംവിധായക സുഹൃത്തുക്കൾ അതിനുവേണ്ടി കഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യുന്ന അധ്വാനം കാണുമ്പോൾ എനിക്കത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല, ആത്മവിശ്വാസം ഉണ്ടായിട്ടില്ല. പിന്നെ സിനിമ എന്ന മീഡിയയെ ഞാൻ ആ തലത്തിൽ നിന്ന് പഠിച്ചിട്ടില്ല. കാരണം ഒരു സംവിധായകൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ഇതുവരെ സിനിമയെ കണ്ടിട്ടില്ല. കാരണം ഞാൻ സിനിമയുടെ സെറ്റിൽ അപൂർവമായി മാത്രം വരികയും ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഞാൻ സ്ക്രിപ്റ്റ് നേരത്തെ എഴുതി തീർത്തിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സെറ്റിലിരുന്നിട്ട് എഴുതേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വേറെ ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്നതും അതിനൊരു കാരണമാണ്. കാരണം സിനിമയെ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് 2-3 വർഷമെങ്കിലും സിനിമ പഠിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളുടെ ഒപ്പം എത്താൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത് എപ്പോഴെങ്കിലും ഒരു സിഗ്നേച്ചർ സിനിമ എന്നുള്ള രീതിയിൽ എൻ്റെ ലൈഫിൽ സംഭവിച്ചേക്കും. അല്ലാതെ ഞാനൊരു സംവിധായകനാവാനുള്ള സാധ്യതയില്ല. അല്ല, സാറ്റലൈറ്റുകൾ ഒരു തിരിച്ചറിവിൽ നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. കാരണം എല്ലാ സിനിമകൾക്കും സാറ്റലൈറ്റ് റൈറ്റ്സ് കിട്ടില്ല. കാരണം ആ ഒരു ടീമിനെയും അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിനെ ശരിക്ക് വിശകലനം ചെയ്തിട്ടാണ് ഇപ്പോൾ സാറ്റലൈറ്റുകൾ ആ സിനിമക്ക് അഡ്വാൻസ് കൊടുക്കുക അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെയുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ട് മാത്രം ഇൻഡസ്ട്രി നിൽക്കുകയും, അപ്പോൾ അതിൽ കുറച്ച് കള്ള സിനിമകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ ചാനലുകാർക്ക് അതിന് നഷ്ടം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ തിരിച്ചറിവിലാണ് അവർ ഒരു ചൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഗുണകരമായിരിക്കാം. നല്ല സിനിമകളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ കൂടുതൽ നല്ല സിനിമകൾ വരും. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു എഴുത്തുകാരന് ആദരവ് കിട്ടുന്ന ഒരു ഭാഷ മലയാളമായിരിക്കും. കാരണം നമ്മളിപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഹിന്ദി സിനിമകളുടെ ഒന്നും എഴുത്തുകാരൊന്നും നമുക്കറിയില്ല. തമിഴ് സിനിമകളിൽ എഴുതുന്ന ആൾക്കാരുടെ പേര് നമുക്ക് വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുണ്ടാവുള്ളൂ. പക്ഷെ മലയാളത്തിൽ എപ്പോഴും എഴുത്തുകാരനെ കൊണ്ടാടിയിട്ടുണ്ട്, ഡിസേർവ്ഡ് ആവുന്ന സമയത്ത്. ഇപ്പം ഞാനൊന്നും ആ ഒരു തലത്തിലേക്ക് വരാത്തതുകൊണ്ടായിരിക്കും നമ്മളൊന്നും അത്ര ആഘോഷിക്കപ്പെടാത്തത്. കാരണം അതിന് സമയമുണ്ട്. ഇപ്പോൾ MT സാറിൻ്റെ കാര്യമാണെങ്കിലും പത്മരാജൻ, ലോഹിതദാസ്, ശ്രീനിവാസൻ, ജോൺ പോൾ, KG ജോർജ്, ഇവരൊക്കെ അവരറിയിക്കുന്ന രീതിയിലുള്ള ആദരവ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, എഴുത്തുകാരെന്നുള്ള നിലക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, ഇപ്പോൾ പുതിയ ചെറുപ്പക്കാർ ഒരു തിരക്കഥക്ക് അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സമയം, ഒരാശയം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രൊജക്റ്റ് ആയി കഴിഞ്ഞാൽ എടുത്തു ചാടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. കാരണം വിജയിക്കാത്ത പല പുതിയ സിനിമകളുടെ ആശയം പലപ്പോഴും നല്ലതായിരിക്കും, പക്ഷേ അതിന് വേണ്ടിയിട്ട് അടയിരിക്കുക അല്ലെങ്കിൽ അതിൽ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് വരെ ക്ഷമിച്ച് അതിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി പലരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ജോണറിലും പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്.
നമ്മൾ കുടുംബ ചിത്രങ്ങളുടെ എഴുത്തുകാരൻ അല്ലെങ്കിൽ ത്രില്ലർ സിനിമകളുടെ എഴുത്തുകാരൻ അങ്ങനെ ആവരുതെന്ന് ഒരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പടം പൊഴിക്കുന്നത്. അപ്പോൾ വേറെ നമ്മളെ സ്വയം അനുകരിക്കരുത്, കഴിഞ്ഞ സിനിമയുടെ ഏഴയിലെത്തി ഈ സിനിമ ഉണ്ടാവരുത് എന്നുള്ളൊരാഗ്രഹമുണ്ട്. കുറച്ച് കാലമായിട്ട് നമുക്കത് കഴിയുന്നുണ്ട്. ഇനിയും അത് കഴിയട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. അടുത്ത സിനിമ ഈ സിനിമ പോലെ ആവരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത സിനിമ ഉടനെ ഉണ്ട്. കാരണം ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന വിക്രമാദിത്യൻ എന്ന സിനിമയാണ് അടുത്ത ചെയ്യുന്നത്. ദുൽഖർ സൽമാനും ഉണ്ണി മുകുന്ദനും ആണ് അതിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് ഉടനെ തന്നെ ഏപ്രിൽ ആദ്യവാരം അല്ലെങ്കിൽ മാർച്ച് അവസാനമായിട്ട് അതിൻ്റെ, കാരണം അത് മുമ്പേ കൺസീവ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കഥയുടെ പൂർത്തിയാവാൻ അധികം സമയം വേണ്ടി വരില്ല. ഒരു അടുത്ത വർഷത്തെ എൻ്റെ സിനിമ അതായിരിക്കും തോന്നുന്നു.